ബംഗാളിൽ നിന്ന് ആ വാർത്ത എത്തിക്കഴിഞ്ഞു. അവിടെ അഹങ്കാരത്തോടെ വെല്ലുവിളിച്ച മമതാ ബാനർജിയുടെ കളി ഇത്തവണ ശരിക്കും തീർന്നിരിക്കുകയാണ്. ബംഗാൾ തന്റെ സ്വന്തം തറവാടാണെന്നും ആരും അവിടെ കയറില്ലെന്നും കരുതിയ ദീദിക്ക് വോട്ടർമാർ നൽകിയിരിക്കുന്നത് എട്ടിന്റെ പണിയാണ്. എക്സിറ്റ് പോൾ ഫലങ്ങൾ പുറത്തു വരുമ്പോൾ മമതയുടെ തൃണമൂൽ കോട്ടകൾ ചീട്ടുകൊട്ടാരം പോലെ തകരുകയാണ്. 294 സീറ്റുകളിൽ 175 സീറ്റുകൾ വരെ നേടി BJP അധികാരം പിടിക്കുമെന്നാണ് പ്രവചനങ്ങൾ. ഭരണം കിട്ടുമെന്ന് സ്വപ്നം കണ്ട ദീദിക്ക് ഇപ്പോൾ ഇരിപ്പുറയ്ക്കുന്നില്ല. 2016 വെറും 3 സീറ്റുണ്ടായിരുന്ന BJP ഇന്ന് ബംഗാൾ പിടിക്കാൻ പോകുന്നത് നരേന്ദ്രമോദി എന്ന ലോക നേതാവിന്റെ കരുത്തിലാണ്. എന്താണ് മമതയ്ക്ക് പറ്റിയ ആ അമളി? ബംഗാളിലെ മഹാ അട്ടിമറിയുടെ ഉള്ളുകളികൾ നമുക്കൊന്ന് പരിശോധിക്കാം. മമതാ ബാനർജി വിചാരിച്ചത് ബംഗാളിലെ ജനങ്ങൾ എന്നും തന്റെ കയ്യിലെ കളിപ്പാവകളാകുമെന്നാണ്. പക്ഷേ ദീദിയുടെ ആ പഴയ ഗുണ്ടാവിളയാട്ടം ഇനി ബംഗാളിൽ നടക്കില്ല. സിൻഡിക്കേറ്റ് രാജ് എന്ന പേരിൽ സാധാരണക്കാരന്റെ പോക്കറ്റ് അടിക്കുന്ന പരിപാടിയും അഴിമതിയും കണ്ടു മടുത്ത ജനങ്ങൾ ദീദിയെ പുറത്താക്കാൻ തീരുമാനിച്ചു കഴിഞ്ഞു. അഴിമതിയുടെ കാര്യത്തിൽ മമതയുടെ നേതാക്കൾക്ക് നോബൽ സമ്മാനം വരെ നൽകാം. സ്കൂൾ അധ്യാപക നിയമനത്തിൽ നടത്തിയ കൊള്ളയും റേഷൻ അഴിമതിയും ബംഗാളിനെ ദീദി നാണം കെടുത്തി. മൈക്കിന് മുന്നിൽ നിന്ന് തുള്ളുന്നതും കേന്ദ്ര സർക്കാരിനെ ചീത്ത പറയുന്നതുമാണ് വികസനമെന്ന് കരുതിയ മമതയ്ക്ക് ബംഗാൾ ജനത നൽകിയ ഷോക്കാണ് ഈ തിരഞ്ഞെടുപ്പ്. ഈ തകർച്ചയുടെ ഇടയിലാണ് നരേന്ദ്രമോദി ബംഗാളിലേക്ക് വരുന്നത്. അദ്ദേഹം അവിടെ കൊണ്ടുവന്നത് വികസനത്തിന്റെ പുതിയ രാഷ്ട്രീയമാണ്. മമത തടഞ്ഞുവെച്ച ആവാസ് യോജന വീടുകളും കർഷകർക്കുള്ള സഹായങ്ങളും ഓരോ വീട്ടിലും എത്തിക്കാൻ BJP തയ്യാറായിരുന്നു. സോനാർ ബംഗ്ല എന്ന മോദിയുടെ സ്വപ്നം ഇന്ന് ഓരോ ജനങ്ങളും ഏറ്റെടുത്തു കഴിഞ്ഞു. മോദിയുടെ ഓരോ റാലിയും മമതയുടെ ഉറക്കം കെടുത്തി. ദീദി എന്ന അദ്ദേഹത്തിന്റെ ആ വിളിയിൽ ദീദിയുടെ ആത്മവിശ്വാസം വരെ തകർന്നുപോയി. അമിത്ഷായുടെ കൃത്യമായ പ്ലാനിങ്ങും സുവേന്ദു അധികാരിയെ പോലെയുള്ള പോരാളികളും ചേർന്നപ്പോൾ മമതയുടെ ഭരണം അവസാന ശ്വാസം വലിക്കുകയാണ്. വെറും 3 സീറ്റിൽ നിന്ന് ഒരു സംസ്ഥാനം പിടിച്ചെടുക്കുന്ന ഈ വളർച്ച മോദി എന്ന ഭരണാധികാരിയിലുള്ള ജനങ്ങളുടെ വിശ്വാസമാണ് കാണിച്ചു തരുന്നത്. BJP വരുന്നത് വെറുതെ ഭരിക്കാനല്ല, മമത തകർത്തു കളഞ്ഞ ബംഗാളിനെ വീണ്ടെടുക്കാനാണ്. കുടുംബ രാഷ്ട്രീയം കളിച്ച് ബംഗാളിനെ സ്വന്തം തറവാട് പോലെ കൊണ്ടു നടന്ന ദീദിക്ക് ഇനി വിശ്രമകാലമായിരിക്കും. സ്വന്തം അനന്തരവനെ മുഖ്യമന്ത്രിയാക്കാൻ നോക്കിയ മമതയ്ക്ക് വോട്ടർമാർ കൊടുത്തത് കനത്ത പ്രഹരം തന്നെയാണ്. മമതയുടെ കാലം കഴിഞ്ഞു. വിദ്വേഷം വിതച്ച് വോട്ട് കൊയ്യുന്ന പരിപാടി ഇനി ബംഗാളിൽ ചിലവാകില്ല. തൃണമൂലിന്റെ ഗുണ്ടകളെ പേടിച്ച് വീട്ടിലിരുന്ന കാലം കഴിഞ്ഞു. ഓരോ ജനങ്ങളും ഇന്ന് മോദിക്ക് പിന്നിൽ അണിനിരന്നു കഴിഞ്ഞു. എക്സിറ്റ് പോളുകൾ പറയുന്നത് വെറുമൊരു സൂചനയല്ല, അതൊരു മുന്നറിയിപ്പാണ്. മമതയുടെ ഏകാധിപത്യത്തിനുള്ള മുന്നറിയിപ്പ്. വരാനിരിക്കുന്നത് വികസനത്തിന്റെ സുവർണകാലമാണ്. ഇനി നമുക്കറിയാം, തോൽവി ഉറപ്പാകുമ്പോൾ ദീദിക്ക് വല്ലാത്തൊരു സ്വഭാവമാണ്. ക്യാമറയ്ക്ക് മുന്നിൽ വന്ന് ദേഷ്യപ്പെടുന്നതും കേന്ദ്ര ഏജൻസികളെ പേടിച്ച് എന്തെല്ലോ വിളിച്ചു പറയുന്നതും നമ്മൾ കണ്ടു. ജനങ്ങൾ തങ്ങൾക്കെതിരെ വോട്ട് ചെയ്തു എന്ന് മനസ്സിലാകുമ്പോൾ വോട്ടിംഗ് മെഷീൻ കേടാണെന്ന് പറയാൻ പോലും അവർ മടിക്കില്ല. പണ്ട് ഇടതുപക്ഷത്തെ താഴെ ഇറക്കാൻ നടന്ന മമത ഇന്ന് അവർ ചെയ്തതിനേക്കാൾ വലിയ ആക്രമണമാണ് സ്വന്തം മണ്ണിൽ അഴിച്ചുവിടുന്നത്. പക്ഷേ ഇത് 2026 പഴയതുപോലെ ഗുണ്ടകളെ വിട്ട് വോട്ട് പിടിപ്പിക്കാൻ നോക്കിയാൽ ബംഗാളിലെ ബോധമുള്ള ജനങ്ങൾ വെറുതെ ഇരിക്കില്ല. മമതയുടെ ഓരോ ഭീഷണിയും BJPക്ക് ഓരോ വോട്ടായി മാറുന്ന കാഴ്ചയാണ് നിങ്ങൾ കണ്ടത്. തോൽവി മുന്നിൽ കണ്ടപ്പോഴേക്കും ദീദിയുടെ ആത്മവിശ്വാസം തകർന്നു. ഇപ്പോൾ അവർക്ക് കൂട്ട് സ്വന്തം നിഴൽ മാത്രമാണ്. ഇനി നമുക്ക് BJPയുടെ കാര്യത്തിലേക്ക് വരാം. വെറുമൊരു രാഷ്ട്രീയ പാർട്ടി ആയല്ല BJP ബംഗാളിൽ പ്രവർത്തിച്ചത്. അതൊരു വലിയ മുന്നേറ്റമായിരുന്നു. അമിത്ഷാ എന്ന ചാണക്യന്റെ ഓരോ നീക്കവും കൃത്യമായിരുന്നു. ഓരോ ബൂത്തിലും BJP പ്രവർത്തകർ പാറ പോലെ ഉറച്ചു നിന്നു. തൃണമൂൽ ഗുണ്ടകളുടെ വെടിയുണ്ടകളെയും ബോംബുകളെയും ഭയക്കാതെ താമര ചിഹ്നത്തിൽ കാവൽ നിന്ന ആ പ്രവർത്തകരാണ് ഈ വിജയത്തിന്റെ യഥാർത്ഥ ശില്പികൾ എന്ന് പറയുന്നത്. സുവേന്ദു അധികാരിയെ പോലെ തൃണമൂലിന്റെ ഉള്ളുകളികൾ അറിയാവുന്ന നേതാക്കൾ മമതയുടെ സാമ്രാജ്യത്തിന്റെ ആണിക്കല്ലിളക്കി. വികസനം എന്നാൽ വെറും വാചകമല്ല എന്ന് മോദിജി പ്രവർത്തിച്ച് കാണിച്ചു കൊടുത്തു. ബംഗാളിന്റെ സംസ്കാരത്തെ BJP അപമാനിക്കുന്നു എന്ന് പറഞ്ഞു കരഞ്ഞ ദീദിക്ക് ശരിക്കും ബംഗാളിന്റെ പൈതൃകം കാത്തു സൂക്ഷിക്കുന്നത് മോദിയാണെന്ന് ജനങ്ങൾ കാണിച്ചു കൊടുത്തു. ബംഗാൾ ഇനി മാറാൻ പോവുകയാണ്. മമതയുടെ കാലത്തെ ആക്രമണ രാഷ്ട്രീയത്തിന് വിട നൽകി വ്യവസായങ്ങളും തൊഴിലവസരങ്ങളും നിറഞ്ഞ ഒരു പുതിയ കാലം. നന്ദിഗ്രാമിലും മറ്റും ദീദി വിതച്ച വിദ്വേഷത്തിന്റെ കയ്പ് ജനങ്ങൾ മതിയാവോളം അനുഭവിച്ചു കഴിഞ്ഞു. ഇനി വേണ്ടത് മോദി വാഗ്ദാനം ചെയ്ത ആഗോള നിലവാരമുള്ള വികസനം തന്നെയാണ്. ബംഗാളിലെ അമ്മമാരും സഹോദരന്മാരും ഇന്ന് സുരക്ഷിതരായിരിക്കുമെന്ന് അവർ വിശ്വസിക്കുന്നു. സന്ദേശ് ഗാലി പോലുള്ള സംഭവങ്ങൾ ഇനി ആവർത്തിക്കില്ലെന്ന് മോദി ഉറപ്പു നൽകുകയാണ്. മെയ് 4 വോട്ടെണ്ണി കഴിയുമ്പോൾ ബംഗാളിന്റെ തെരുവുകളിൽ ഉയർന്നത് വിജയത്തിന്റെ ആവേശമായി.
ഇനി നമുക്ക് നോക്കാം എന്തായിരുന്നു ദീദിയുടെ വലിയ അവകാശവാദങ്ങൾ. ബംഗാളിനെ ലണ്ടനാക്കുമെന്നായിരുന്നല്ലോ പണ്ട് പറഞ്ഞത്. പക്ഷെ ഇന്ന് ബംഗാളിലെ അവസ്ഥ എന്താണ്? റോഡ് വികസനം ചോദിച്ചാൽ ആക്രമണം, തൊഴിൽ ചോദിച്ചാൽ ജയിൽ. ഇതാണോ നിങ്ങളുടെ വികസനം? ബംഗാളിലെ സാധാരണക്കാർ ഒരു കിലോ അരിക്ക് വേണ്ടി തൃണമൂൽ ഗുണ്ടകളുടെ മുന്നിൽ കൈ നീട്ടേണ്ടി വന്ന ആ പഴയ കാലം അവസാനിക്കാൻ പോവുകയാണ്. കേന്ദ്ര സർക്കാർ അയക്കുന്ന പണം സ്വന്തം പാർട്ടിക്കാരുടെ പോക്കറ്റിലേക്ക് മാറ്റുന്ന ആ വലിയ വിദ്യ മമത ഇത്രകാലം ഭംഗിയായി നടത്തി. പക്ഷേ മോദിജി വന്ന ജനങ്ങളുടെ ബാങ്ക് അക്കൗണ്ടിലേക്ക് നേരിട്ട് പണം അയക്കാൻ തുടങ്ങിയപ്പോൾ ദീദിയുടെ ആ കളിപ്പാവ രാഷ്ട്രീയം പൊളിഞ്ഞു. ജനങ്ങൾ തിരിച്ചറിഞ്ഞു യഥാർത്ഥത്തിൽ തങ്ങളെ സഹായിക്കുന്നത് മോദിയാണെന്ന്. എക്സിറ്റ് പോളുകൾ പ്രവചിക്കുന്ന ഈ തകർച്ച മമതയുടെ അഹങ്കാരത്തിനുള്ള മറുപടി മാത്രമല്ല, ബംഗാൾ ജനതയെ പറ്റിച്ചതിനുള്ള ശിക്ഷ കൂടിയാണ്. എങ്ങനെയാണ് BJP ഇത്രയും വലിയൊരു മുന്നേറ്റം നടത്തിയതെന്ന് നമുക്കൊന്ന് നോക്കാം. തൃണമൂലിന്റെ ഗുണ്ടായുസത്തെ നെഞ്ചുവിരിച്ച് നേരിട്ട ആയിരക്കണക്കിന് BJP പ്രവർത്തകരുടെ ചോരയുണ്ട് ഈ വിജയത്തിന് പിന്നിൽ. അമിത്ഷാ എന്ന ചാണക്യൻ ബംഗാളിന്റെ ഓരോ മണ്ണിലും വിതച്ച വികസനത്തിന്റെ വിത്തുകൾ ഇന്ന് കൊയ്തെടുക്കാൻ പാകമായി കഴിഞ്ഞു. മോദിജിയുടെ ഓരോ വാക്കും ബംഗാളിലെ യുവാക്കൾക്ക് ആവേശമായി മാറി. സുവേന്ദു അധികാരിയെ പോലുള്ള കരുത്തരായ നേതാക്കൾ തൃണമൂലിന്റെ ഉള്ളിലിരുന്ന് തന്നെ ദീദിയുടെ സാമ്രാജ്യം തകർത്തു. സന്ദേശകാലയിൽ നമ്മുടെ സഹോദരിമാർ അനുഭവിച്ച ക്രൂരതകൾക്ക് മറുപടി നൽകാൻ കാലം കാത്തുവെച്ച വിധിയാണിത്. മമതയുടെ ഭരണം അഴിമതിയുടെയും ആക്രമണത്തിന്റെയും പര്യായമായി മാറിയപ്പോൾ BJP അവിടെ സമാധാനത്തിന്റെയും പുരോഗതിയുടെയും പുതിയൊരു സൂര്യോദയമാണ് വാഗ്ദാനം ചെയ്തത്. 2016 3 സീറ്റിൽ നിന്നും തുടങ്ങിയ ഈ പ്രയാണം ഇന്ന് 175 സീറ്റുകളിൽ എത്തി നിൽക്കുമ്പോൾ തന്നെ ചരിത്രത്തിലെ തന്നെ ഏറ്റവും വലിയ രാഷ്ട്രീയ അത്ഭുതമാണിത്. ബംഗാൾ ഒരു കുടുംബത്തിന്റെ സ്വത്തല്ലെന്ന് മോദിജി തന്റെ ഓരോ പ്രസംഗത്തിലും ഓർമ്മിപ്പിച്ചു. ദീദിയുടെ ഓരോ വെല്ലുവിളിക്കും ജനങ്ങൾ ബാലറ്റിലൂടെയാണ് മറുപടി നൽകിയത്. മെയ് 4-ാം തീയതി വോട്ടെണ്ണി കഴിയുമ്പോൾ മമതയ്ക്ക് ഹിമാലയത്തിലേക്ക് ഒരു ടിക്കറ്റ് ബുക്ക് ചെയ്യേണ്ടി വരുമെന്ന കാര്യത്തിൽ സംശയമില്ല. ബംഗാളിലെ അമ്മമാരും സഹോദരിമാരും ഇന്ന് സുരക്ഷിതരാണെന്ന് തോന്നുന്നത് മോദി എന്ന പേര് കേൾക്കുമ്പോഴാണ്. തൃണമൂലിന്റെ ഗുണ്ടകളെ പേടിച്ച് ഒളിച്ചിരുന്ന കാലം കഴിഞ്ഞു. ഇനി ബംഗാൾ ഉണരും. മോദിയുടെ വികസന തരംഗത്തിൽ ബംഗാൾ പുഞ്ചിരിക്കും. സമാധാനവും ഐശ്വര്യവും നിറഞ്ഞ ഒരു ബംഗാൾ ഇനി വെറും ഒരു സ്വപ്നമല്ല, അതൊരു യാഥാർത്ഥ്യമാകാൻ പോവുകയാണ്. അപ്പോൾ നമ്മൾ ഇതുവരെ ചർച്ച ചെയ്ത കേവലം ഒരു സംസ്ഥാന തിരഞ്ഞെടുപ്പ് ഫലത്തെക്കുറിച്ചല്ല, മറിച്ച് ഭാരതത്തിന്റെ രാഷ്ട്രീയ ഭൂപടത്തിൽ സംഭവിക്കാൻ പോകുന്ന ഒരു വൻ ഭൂകമ്പത്തെക്കുറിച്ചാണ്. ബംഗാളിൽ വീഴുന്നത് ഒരു മുഖ്യമന്ത്രിയല്ല, മറിച്ച് പതിറ്റാണ്ടുകളായി ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ വേരൂന്നിയ ഒരു പ്രത്യേകതരം നിഷേധാത്മക രാഷ്ട്രീയ ശൈലിയാണ്. മമത എന്ന നേതാവ് തന്റെ രാഷ്ട്രീയ അധികാരം ഉപയോഗിച്ച് ബംഗാളിനെ ഒരു തുരുത്താക്കി മാറ്റാനാണ് ശ്രമിച്ചത്. എന്നാൽ നരേന്ദ്രമോദി എന്ന ഭരണാധികാരി ബംഗാളിനെ ലോകത്തിന്റെ വികസന ഭൂപടത്തിലേക്ക് കൈപിടിച്ചുയർത്താൻ ആഗ്രഹിച്ചു. കിഴക്കൻ ഇന്ത്യയുടെ കവാടമായ ബംഗാൾ ഉണർന്നാൽ മാത്രമേ ഭാരതം പൂർണ്ണമായി വികസിക്കുമെന്ന് മോദിജിക്ക് കൃത്യമായ ബോധ്യമുണ്ട്. അതുകൊണ്ടാണ് ഈ തിരഞ്ഞെടുപ്പിനെ അദ്ദേഹം ഇത്രമേൽ ഗൗരവമായി എടുത്തത്. ഡൽഹിയിൽ നിന്ന് അദ്ദേഹം കൊണ്ടുവരുന്നത് വെറും വാഗ്ദാനങ്ങളല്ല, മറിച്ച് വ്യവസായങ്ങൾക്കും തൊഴിലവസരങ്ങൾക്കും പുതിയ ചിറകുകൾ നൽകുന്ന ഒരു മാസ്റ്റർ പ്ലാൻ തന്നെയാണ്. കേന്ദ്ര സർക്കാരിന്റെ ഓരോ നീക്കത്തെയും പരിഹസിക്കാനും പുച്ഛിക്കാനും മാത്രം സമയം കണ്ടെത്തിയ മമതയ്ക്ക് ഇപ്പോൾ തന്റെ രാഷ്ട്രീയ അസ്തിത്വം തന്നെ നഷ്ടപ്പെടുന്ന കാഴ്ചയാണ് നാം കാണുന്നത്. രാഷ്ട്രീയത്തിൽ ആരും അജയരല്ല എന്ന് ബംഗാൾ ജനത തെളിയിച്ചു കഴിഞ്ഞു. അഹങ്കാരം മുഖമുദ്രയാക്കിയ ഏതൊരു ഭരണാധികാരിയും ജനരോഷത്തിന് മുന്നിൽ മുട്ടുമടക്കേണ്ടി വരും എന്നതിന്റെ ഉത്തമ ഉദാഹരണമായി ചരിത്രം മമതാ ബാനർജിയെ രേഖപ്പെടുത്തും. എന്തായാലും ഈ ഒരു വിഷയത്തെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ തീർച്ചയായിട്ടും കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. മറ്റൊരു വിഷയമായി വീണ്ടും കാണാം. നന്ദി.